ആര്? പരിചയമുള്ള നമ്പർ അല്ല. എടുക്ക്. ഹലോ ഹലോ. ആരാ? ആരാ നീ? ആരാന്ന്? നിക്കവിടെ. മഹി, മഹി, മാറി. മഹി, 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 വേണ്ട. ഞാൻ നോക്കട്ടെ കണ്ടിട്ടാ. മഹി, മഹി. ആരാടാ നീ? എന്തിനാണ് അവിടെ വന്നത്? എടാ, ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ ഇവിടെ വന്നെന്ന്? ഇങ്ങോട്ട് ചോദിക്കും. അതെന്തിനാടാ അവളോട് ചോദിക്കുന്നേ? മഹാലക്ഷ്മി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പറഞ്ഞത് ശരിയാണോടാ? അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ഇത്രയും ഉറപ്പുള്ള വീട്ടിലേക്ക് കയറുന്നേ? പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ സത്യം പറയണ്ടേ? എന്ത് സത്യം? എന്ത് സത്യതാൻ പറയുന്നേ? നിർത്തടി. ഇനി പതിവ്രത ചമയാനൊന്നും നോക്കല്ലേ. കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന വഴിപിടിച്ച പെണ്ണ ഇവള്. പറയടാ, ഈ പറഞ്ഞതൊക്കെ ആരാടാ നിന്നെ കൊണ്ട് പറയിച്ചത്? പറയടാ, നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? പറയാ, ഞാനുമായിട്ട് ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പറയടാ, പറയാ, പറയടാ, പറയടാ, പറയാ. മഹാലക്ഷ്മി, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലോ. ഇനി നിനക്ക് പോവാം. ഇവനെങ്ങനെ വെറുതെ വിടുന്നത് ശരിയാണോ കേട്ടോ? പോലീസിനെ വിളിക്കല്ലേ വേണ്ടത്? വേണ്ട. അങ്ങനെ കാല് വയ്യാത്തവന്റെ കുടുംബ ജീവിതം തീർന്നു. കണ്ടിട്ട് എന്റെ അമ്മ പറഞ്ഞ പോലെ എന്നെ വേണമെങ്കിൽ നാളെ വീട്ടിൽ കൊണ്ടുവിട്ടേക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേണമെങ്കിൽ പൊക്കോളാം. അപ്പോഴൊരു സത്യം കണ്ടിട്ട് അറിയണം. നമ്മുടെ കല്യാണത്തിന് മുൻപോ അതിന് ശേഷവും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല. എനിക്കൊരു കാമുകനുമില്ല. ഇത് മനഃപൂർവ്വം ആരോ അവന് പുലർത്തന്നെ ഈ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതാ. അതുകൊണ്ട് നമ്മുടെ ബന്ധം ഇന്നത്തോടെ അവസാനിച്ചാലും ശരി, കണ്ണേട്ടനെ ഉറക്കി കിടത്തിയിട്ട് കാമുകനെ മുറിക്കകത്ത് കയറ്റിന്ന് കണ്ണേട്ടൻ മാത്രം പറയരുത്. മറ്റുള്ളവർ അതിന്റെ പേരിൽ എന്നെ കുത്തി നോവിച്ചോട്ടെ, കൊല്ലുന്ന രീതിയിൽ സംസാരിച്ചോട്ടെ. എന്നാലും ഈ താലിയുടെ അവകാശം അങ്ങനെ പറഞ്ഞ ഞാൻ തകർന്നു പോവും.